വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ്. ഇന്ന് നിങ്ങളെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യഘട്ടത്തിൽ തുണിസഞ്ചി എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നതിനെ ബേസ് ചെയ്താണ് കൂടുതലും വീഡിയോസുകൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിളിക്കുന്നുണ്ട് തുണിസഞ്ചിയെ കുറിച്ച് അറിയാനും മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാനും. എന്നാൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ബാഹുല്യം ഇപ്പോൾ കൂടുതലാണ്. തുണിസഞ്ചി നിർമ്മിച്ച് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായ ഒരു ചിന്താഗതിയല്ല. കാരണം നമ്മളത് നിർമ്മിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിർമ്മിച്ചതിന് ശേഷം കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് അനുകൂലമായ മറുപടികളല്ല ലഭിക്കുന്നത്. എന്നാൽ തുണിസഞ്ചിക്ക് മാർക്കറ്റ് ഉണ്ട് തന്നെ. അത് ആയുർവേദ ഹോസ്പിറ്റലുകളിലുണ്ട്, റിസോർട്ടുകളിലൊക്കെ ഈ തുണിസഞ്ചിയാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലുള്ളവർക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണിത്. എന്നാൽ സൂപ്പർ മാർക്കറ്റ്, പലചരക്ക് കട, പച്ചക്കറി കടയൊക്കെ നമുക്ക് കൊറോണയ്ക്ക് മുമ്പ് നല്ല രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പച്ചക്കറി കടയെല്ലാം പ്ലാസ്റ്റിക് ക്യാരി ബാഗാണ്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏണിങ്സ് കണ്ടെത്താൻ സാധിക്കൂ. നമ്മൾ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് ഗുണമേന്മയുള്ളതും ജനങ്ങൾ ആഗ്രഹിക്കുന്നതുമാണെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ നമുക്ക് പെട്ടെന്ന് ഒരു നല്ല ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ എങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ, ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന മേഖലകൾ തേടി ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാരാണെങ്കിലും അവിടെ വന്ന് കഴിക്കാനായിട്ട് താല്പര്യപ്പെടും. കാരണം ആ ഒരു ഭക്ഷണത്തിന്റെ രുചി അവരെ അങ്ങോട്ട് ആകർഷിക്കുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ എന്ത് തന്നെയായാലും അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു വലിയ ബിസിനസ് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മൾ മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെറിയ രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിനെ ഓർഡർ കണ്ടെത്തി അതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നല്ല രീതിയിൽ റീച്ച് ആവും. ഇപ്പം നമുക്ക് ഓർഡർ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ഒന്നുമല്ല, വലിയൊരു കടമ്പയല്ല. സോഷ്യൽ മീഡിയ ഇത്രമാത്രം വളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർഡറുകൾ കണ്ടെത്താം. അങ്ങനെ വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇത് ഇടിയിറച്ചിയാണ്. നല്ല ക്രിപ്സി ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഇടിയിറച്ചി. സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ ഇടിയിറച്ചി മേടിക്കുമ്പോൾ നല്ല ക്രിപ്സി ആയിട്ട് കിട്ടണമെന്നില്ല. എന്നാൽ ഇത് ശുദ്ധമായ രീതിയിൽ നല്ല വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഇടിയിറച്ചിയാണ്. ഇതിനകത്ത് കാഷ്യൂ നട്ട്സ് ഒക്കെ ആഡ് ചെയ്താണ് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു അമ്മ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്കറിയാം, അമ്മമാരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ ഒരിക്കലും അതിനകത്ത് ഒരു മായവും ചേർക്കാതാണ് അവരുണ്ടാക്കുന്നത്. അവരുടെ മനസ്സ് അതിനെ അനുവദിക്കത്തില്ല. കാരണം അവർക്ക് ലാഭം കൂട്ടുക എന്നുള്ളതല്ല, അവരുണ്ടാക്കുന്ന സാധനങ്ങൾ ഏറ്റവും ഗുണമേന്മയോടെ ആരാണോ കഴിക്കുന്നത് അവർക്ക് അത് നൽകുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് അമ്മമാരുടെ മനസ്സെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതല്ല, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പാഴ്സലിൽ അയച്ചു തരും. ഇത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഇത് ക്രിപ്സി ആയതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, കഴിച്ചു നോക്കിയപ്പം അപാരമായ ടേസ്റ്റ് ആണ് ഇതിന്. കാഷ്യൂ നട്ട്സ് ഒക്കെ അതുപോലെ തന്നെ ക്രിപ്സി ആയിട്ട് ഇരിപ്പുണ്ട്. സാധാരണ നമ്മൾ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ കാഷ്യൂ നട്ട്സ് വറുത്തിട്ടുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് എണ്ണയൊക്കെ പിടിച്ച് കാഷ്യൂ നട്ട്സിന്റെ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിനകത്ത് അങ്ങനെയല്ല. നല്ല രീതിയിൽ നല്ല രുചിയോടെ, നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയോടെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഞങ്ങളത് അയച്ചു തരാം. ഞാൻ മുമ്പ് പറഞ്ഞില്ല, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ സഹോദരിമാരും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എത്ര കാലം വേണം ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് നിർമ്മിക്കുന്ന അമ്മയ്ക്ക് ഒരു വരുമാന മാർഗമായി മാറും. ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമ്മളൊരു കാര്യം പറയുന്നത്, വേൾഡ് ഫസ്റ്റ് ഗ്രോസറി ബാഗ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ബാഗ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ ബാഗ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ചെയ്തില്ലെങ്കിലും വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ബാഗ് പ്രസന്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക.
വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇത് എത്തിച്ചേരും. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങി ഇതുണ്ടാക്കുന്ന ആ അമ്മയെ സഹായിക്കുക എന്നുള്ളതാണ്. ഏകദേശം 10-65 വയസ്സുള്ള ഒരു അമ്മയാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് അത്രമാത്രം ശുദ്ധമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം. കാരണം അതിനകത്ത് ലാഭം കണ്ണുകളോടെയല്ല ഇതുണ്ടാക്കുന്നത്. ലാഭക്കണ്ണുകൾ ഉണ്ടാകുമ്പോഴാണ് ഇതിനകത്ത് ഈ പറയുന്ന കനച്ചു പോവുകയും ടേസ്റ്റ് വ്യത്യാസം വരികയും, ഇതൊക്കെ കുരുമുളക്, കാഷ്യൂ നട്ട്സ് ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്നതാണ്. ഇത് നിങ്ങളൊരു ബോട്ടിൽ വാങ്ങുമ്പോൾ ആ അമ്മയ്ക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാന മാർഗം കണ്ടെത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. അതിനെക്കൊണ്ട് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണിത്. അല്ലാതെ കുറെ നാൾ ജീവിച്ച് മരിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകൾ സാമ്പിൾ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വീഡിയോ ചെയ്യും. ആ വീഡിയോ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിനെ ഒരു മാർഗമാക്കി മാറ്റാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മുടേതായ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്മൾ ലിസ്റ്റ് ചെയ്യും, ഓർഡർ കണ്ടെത്തി തരും. ഓർഡർ കണ്ടെത്തി തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ വേൾഡ് ഫസ്റ്റ് ഗ്രോസറി ബാഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ വരുന്നുണ്ട്. അത് നമ്മൾ ഒരു പ്രത്യേകം ഒരു സ്ട്രാറ്റജിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വരുമാന മാർഗം കണ്ടെത്താൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ലീൻ കോട്ടൺ ബാഗ്സ് എന്ന ഈ ചാനൽ നിങ്ങളുടെ പ്രോഡക്റ്റുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.